ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു കുക്കിംഗ് ടിപ്സാണ് കേട്ടോ. നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കില്ലേ, അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എന്താ പറയുക, ബാച്ചിലർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് എളുപ്പ മെത്തേഡാണ്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ റൈസ് റെഡി, ചോറ് റെഡിയാവും. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്, തക്കാളി ചോറാണ് കേട്ടോ. പൊന്നിയരിയില്ലേ, ഞാൻ പൊന്നിയരിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു ഒരു അധികം കുതിർക്കാനൊന്നും വെക്കണ്ട, ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വെച്ചതിന് ശേഷം കുക്കറിലാണ് കേട്ടോ, കുക്കറിലാണ് വെക്കുന്നത്. ഞാൻ വെക്കുന്നത് എന്താ പറയുക, കുക്കറ് അടുപ്പ് ഓണാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ച് പട്ട ഗ്രാമ്പൂ അതിൻ്റെ മിക്സ് അതൊക്കെ ഇട്ടതിന് ശേഷം ഇത്തിരി ഇഞ്ചി, എന്താ പറയുക, വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും നമ്മളത് ഇടിച്ചിട്ടാണെങ്കിലും ചെയ്യാം. അതിട്ട് തക്കാളി ഒരു 3 തക്കാളി, 2 സവാള, ഇത് രണ്ടും കൂടി നല്ലോണം കഴുകിയിട്ട് മിക്സിയിൽ അങ്ങോട്ട് നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ട് ഈ അടിച്ചെടുത്ത പേസ്റ്റില്ലേ, നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്ത പേസ്റ്റിന് ഈ നമ്മൾ എന്താ പറയുക, പട്ട ഗ്രാമ്പൂ ഇട്ട് ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടില്ലേ, അതിൽ തന്നെ ഒഴിച്ചിട്ട് നല്ലോണം സിമ്മിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ മൂപ്പിക്കാൻ വയ്ക്കുക. ഒന്ന് വഴറ്റുക കേട്ടോ. വഴറ്റുമ്പോൾ കുറച്ച് ബിരിയാണി മസാലപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം എണ്ണയിലിങ്ങനെ ആ എണ്ണ മേലെ വരണം. അതുപോലെ സിമ്മിലാക്കിയിട്ട് ഒന്ന് നന്നായി വഴറ്റിയിട്ട് ഈ റൈസ് കഴുകിയത് കൊട്ടുക. ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം, ഇല്ലെങ്കിൽ 2 ഗ്ലാസ്, അത് അരിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. അരി എങ്ങനത്തെയാണോ നോക്കിയിട്ട് ഇടുക. അങ്ങനെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ഇട്ടതിന് ശേഷം ഓഫാക്കിയിട്ട് ആവി പോവാൻ വയ്ക്കുക. ആവി പോയതിന് ശേഷം തുറന്ന് നോക്കൂ. ഒന്ന് ആറിയതിന് ശേഷം, ഒരുപാട് ചൂടോടെ തന്നെ ഇളക്കാൻ നിൽക്കണ്ട, അത് കുഴയും. ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം, ഒരു ലൈറ്റായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എളുപ്പ വഴിയാണത്. എന്ന് വെച്ചാൽ നമ്മൾ തക്കാളി, വെജിറ്റബിൾ അത് ഇതൊന്നും അരിഞ്ഞ് അതെല്ലാം വഴറ്റി അതിൻ്റെ സമയമൊന്നും വേസ്റ്റ് ആക്കണ്ട. പെട്ടെന്നൊന്നും ചോറാക്കാം. തക്കാളി ചോറ്, എളുപ്പത്തിലുള്ള തക്കാളി ചോറ് എങ്ങനെയുണ്ട്? ബാച്ചിലർക്കൾക്ക് നല്ല യൂസ്ഫുള്ളാവുന്ന ഈ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ. ഞാനിങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്. ടാറ്റ.